കൊല്ലം നിയമസഭാ മണ്ഡലം കേരളത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നാണ് കൊല്ലം. സംഘകാലം മുതലുള്ള പ്രാചീന മലയാള കൃതികളിലെല്ലാം കൊല്ലത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വെനീസ് സഞ്ചാരി മാർക്കോ പോളോ കൊല്ലത്തെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ കൊല്ലമല്ല ഇന്നത്തെ കൊല്ലം. വാണിജ്യമോ വ്യവസായമോ ടൂറിസമോ ഇല്ലാതെ കൊല്ലം വീർപ്പുമുട്ടുന്നു. പ്രധാന വ്യവസായമായ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്ക് ഇപ്പോൾ പണിയൊന്നുമില്ല. 300 ദിവസം വരെ തൊഴിൽ കിട്ടിയിരുന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ 60 ദിവസം പോലും തികച്ചില്ല. തൊഴിലില്ലായ്മയും രൂക്ഷമാണ്. വ്യക്തമായ ഇടതുപക്ഷ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന കൊല്ലം RSPക്കാരുടെ തട്ടകമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. കഥ ഇതുവരെ. കൊല്ലത്തെ 20 വർഷത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ 2 പ്രാവശ്യം ബാബു ദിവാകരനും 2 പ്രാവശ്യം PK ഗുരുദാസനും കൊല്ലത്തിന്റെ വിജയികളായി. 1996-ൽ RSP സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ കോൺഗ്രസിലെ കടവൂർ ശിവദാസനെ 6298 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചതെങ്കിൽ 2001-ൽ RSP B ആയി മാറിയ ബാബു ദിവാകരൻ LDF-നൊപ്പം നിന്ന RSPയിലെ കല്ലട വിജയത്തെ 12275 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. RSP M ആയി മാറിയ ബാബു ദിവാകരനെ 2006-ൽ PK ഗുരുദാസൻ 11439 വോട്ടുകൾക്ക് പൊട്ടിച്ചു. 2011-ൽ കോൺഗ്രസിലെ KC രാജനെ ഗുരുദാസൻ വീഴ്ത്തിയത് 8540 വോട്ടുകൾക്കും. കൊല്ലം മണ്ഡലത്തിലെ നമുക്ക് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് കുറേയധികം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയെന്നുള്ള രൂപത്തിൽ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ 5 കൊല്ലക്കാലം MLAയുടെയും MLAയുടെ സഹപ്രവർത്തകരുടെയൊക്കെ സജീവ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും കൊല്ലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കർഷക തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, കയർ വ്യവസായം പാടെ തകർത്തവർ, മത്സ്യത്തൊഴിലാളി, റബ്ബർ കൃഷിക്കാരൻ എല്ലാം വലിയ ജീവിത പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. ആ പശ്ചാത്തലത്തിൽ കൊല്ലം ജില്ലയിലെ എല്ലാ സീറ്റുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. RSPകൾ ഒന്നായി നിന്ന് പൊരുതിയപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലത്തോട്ടു മാറി ചവിട്ടിയ കൊല്ലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുവട് ഇടത്തേക്കാക്കി. കൊല്ലം നഗരസഭയിലെ 55 അംഗ കൗൺസിലിൽ 37 വാർഡുകളിൽ വിജയം തോളിലേറ്റിക്കൊണ്ടാണ് LDF കൊല്ലം നഗരസഭയുടെ ഭരണം പിടിച്ചത്. BJPയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റമാണ് നടത്തിയത്. കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 22% വോട്ട് BJP നേടി. 2 വാർഡുകളിൽ വിജയിച്ച് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ചു. 8 വാർഡുകളിൽ 2ാം സ്ഥാനത്തും വന്നു. സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കൊല്ലത്തിൻ്റെ ഇതുവരെയുള്ള ചിത്രമാണ് നാം കണ്ടത്. ആയിരത്തി 1967 മുതൽ കൊല്ലം മണ്ഡലത്തിലെ RSPയുടെ കുത്തക അവസാനിപ്പിച്ച് CPM ആധിപത്യം സ്ഥാപിച്ച PK ഗുരുദാസൻ ഇത്തവണ കളത്തിലില്ല. ഗുരുദാസന് അദ്ദേഹത്തിൻ്റെ പാർട്ടി സീറ്റ് നിഷേധിച്ചു. പകരം സിനിമാ താരം മുകേഷിനെയാണ് കൊല്ലം നിലനിർത്താൻ പാർട്ടി നിയോഗിച്ചത്. കോൺഗ്രസ് നേതാവായിരുന്ന തോപ്പിൽ രവിയുടെ മകൻ സൂരജ് രവിയാണ് എതിരാളി. SN കോളേജ് പ്രിൻസിപ്പലായിരുന്ന K ശശികുമാർ NDA സ്ഥാനാർത്ഥിയും. താരത്തിളക്കത്തോടെ നടൻ മുകേഷ് ഇടതു സ്ഥാനാർത്ഥിയായി മണ്ഡലം നിറഞ്ഞാടുന്നതാണ് ആദ്യവട്ട പ്രചാരണത്തിലെ ചിത്രം. മുകേഷിന്റെ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ കാണാൻ ജനം കാത്തിരിക്കുന്നുണ്ട്. വളരെ ആവേശത്തോടുള്ളൊരു പ്രതികരണമാണ്. വളരെ സന്തോഷവും അതോടൊപ്പം തന്നെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അൾട്ടിമേറ്റ്ലി കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഉള്ള അതിൻ്റെ ഒരു പ്രത്യാഘാതമാണ്. ആ ഭരണത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് അത്. എല്ലാവർക്കും ബോധ്യവുമുണ്ട്. നമ്മൾ ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം അതാണ് കൂടുതൽ ആവേശം. ഇപ്പം ഞാനൊരു സിനിമാ നടൻ എന്നുള്ള നിലയിലല്ല അവരെന്നെ ഇത്രയും ഇങ്ങനെ ഒരു ഭയങ്കരമായ ഒരു സ്പിരിറ്റിലെടുക്കുന്ന ഒരു ഇടതുപക്ഷ
സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ്. അത്രമാത്രം ഒരു ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണ്, ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു വലിയ ചിന്തയും തിരിച്ചറിവും കൊല്ലം നിയോജകമണ്ഡലത്തിലെ ഭൂരിപക്ഷം വോട്ടർമാർക്കുണ്ട്. ഹൗസിംഗ് കോളനികളിലും കടകമ്പോളങ്ങളിലും അപ്പാർട്ട്മെന്റുകളിലുമെല്ലാം അദ്ദേഹത്തെ കാണാനും ഒന്ന് മിണ്ടാനും പറ്റുമെങ്കിൽ ഒരു സെൽഫി എടുക്കാനും ജനം മത്സരിക്കുകയാണ്. പക്ഷേ മുകേഷിന്റെ താരപ്പകിട്ടൊന്നും തന്നെ അലട്ടുന്നില്ലെന്നാണ് ഐക്യമുന്നണി സ്ഥാനാർത്ഥി സൂരജ് രവിയുടെ ഭാവം. KSUവിലൂടെ പിറന്ന് യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് കോൺഗ്രസിലെത്തിയ യുവാവായ സൂരജ് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുള്ള പ്രചാരണത്തിലാണ്. നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവമാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി, തികഞ്ഞ വിജയപ്രതീക്ഷയോട് കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അച്ഛൻ്റെ ആ ഒരു സ്മരണകൾ ഇപ്പോഴും, പ്രത്യേകിച്ച് അദ്ദേഹം കുണ്ട്ര നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. അവിടുത്തെ ഏറ്റവും ജനകീയനായ, ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ MLA ആയിരുന്നു ശ്രീ തോപ്പിൽ രവി എന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇപ്പോഴും സമ്മതിക്കുന്നുണ്ട്. അച്ഛൻ മരിച്ച് 26 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും ഈ കുണ്ട്ര നിയോജക മണ്ഡലത്തിൻ്റെ പകുതി, ഇപ്പോൾ കഴിഞ്ഞ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ പകുതി കുണ്ട്രയുടെ ഭാഗമാണ്. അപ്പം ആ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും കൊല്ലം പട്ടണത്തിലുമെല്ലാം അദ്ദേഹത്തിനോട് ഇപ്പോഴും മനസ്സിൽ ആദരവ് സൂക്ഷിക്കുന്ന, അദ്ദേഹത്തിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് വോട്ടർമാരെ എനിക്ക് ദൈനംദിനം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും തീർച്ചയായിട്ടും എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും തിരഞ്ഞെടുപ്പ് റിസൾട്ടിലും വളരെ കാര്യമായി പ്രതിഫലിക്കും എന്നുള്ളത് തന്നെ ആണ് എൻ്റെ വിശ്വാസം. യുവനേതാവും സിനിമാ താരവും മണ്ഡലം നിറഞ്ഞാടുമ്പോൾ പക്വതയുടെ അവതാരമാണ് BJP മുന്നണി സ്ഥാനാർത്ഥി. NDAയിലെ JSS രാജൻ ബാബു വിഭാഗത്തിന് നൽകിയ സീറ്റിൽ വിദ്യാഭ്യാസ വിചക്ഷണൻ പ്രൊഫസർ K ശശികുമാറാണ് സ്ഥാനാർത്ഥി. SN കോളേജിന്റെ പ്രിൻസിപ്പാളായി ദീർഘകാലം പ്രവർത്തിച്ച ശശികുമാർ സാറിനെ അറിയാത്തവർ നഗരത്തിലധികമില്ല. സങ്കീർണമാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് രംഗം. തൊഴിലാളി നേതാവായ PK ഗുരുദാസന് പകരം സിനിമാ താരത്തെ രംഗത്തിറക്കിയുള്ള CPMന്റെ പരീക്ഷണത്തോട് കൊല്ലം എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി കാണേണ്ടത്. കൊല്ലം ജില്ലയിലെ പോൾ ഡയറിയുടെ സഞ്ചാരം സമാപിക്കുന്നില്ല. നാളെ തുടരും.